മായി സമർപ്പിക്കേണ്ടത്. ഇത് കേട്ടപ്പോൾ മഹാദേവൻ ഞെട്ടിപ്പോയി. തന്റെ മകൻ സ്വന്തം തലയാണ ആവശ്യപ്പെടുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഈ അഭ്യർത്ഥനയിൽ എന്തോ ഒരു അഗാധമായ എന്തോ ഒന്ന് ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. തൽക്ഷണം മഹാദേവൻ ഇരുന്ന് തന്റെ 2 കൈകളും മുന്നോട്ട് നീട്ടി. ആ നിമിഷം വെളുത്ത തിളങ്ങുന്ന ഒരു ഗോളാകൃതിയിലുള്ള വസ്തു അദ്ദേഹത്തിന്റെ കൈപ്പത്തികൾക്കുള്ളിൽ പ്രത്യക്ഷപ്പെട്ടു. ശിവൻ 3 കണ്ണുകളുള്ളതുപോലെ 3 കണ്ണുകൾ ഈ വസ്തുവിലും പ്രത്യക്ഷപ്പെട്ടു. കൂടാതെ ശിവന്റെ ജടയിൽ വസിക്കുന്ന ഗംഗാദേവി ഈ വസ്തുവിലേക്ക് ഒഴുകി അതിൽ വാസമുറപ്പിച്ചു. അപ്പോഴാണ് ഗണപതി ഈ പുണ്യവസ്തുവിനെ സ്വീകരിച്ചത്. ഈ പുണ്യവസ്തുവിനെയാണ് ഇന്ന് നമ്മൾ തേങ്ങ എന്ന് വിളിക്കുന്നത്. തേങ്ങയുടെ പുറംതോട് ശിവന്റെ ശിരസായി കണക്കാക്കപ്പെടുന്നു. അതിനുള്ളിലെ വെള്ളം ഗംഗാദേവിയായി കണക്കാക്കപ്പെടുന്നു. തേങ്ങയ്ക്ക് പുറത്തുള്ള ചകിരി മഹാദേവന്റെ ജട ആയി കരുതുന്നു. നിങ്ങൾ മഹാദേവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഓം നമഃ ശിവായ എന്ന് കമന്റ് ചെയ്തു.